വിയ്യൂരിൽ നിന്ന് പ്രതികളുമായി പോലീസ് വാഹനം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ജെയ്സൺ ചമോളപ്പിൽ അവിടെയുണ്ട്. പൾസർ സുനി അടക്കം 6 പ്രതികളുമായി നടി ആക്രമിച്ച കേസിലെ പ്രതികളെയും കൊണ്ട് പോലീസ് വാഹനം ഇപ്പോൾ വിയ്യൂരിൽ നിന്ന് പുറപ്പെടുന്നു. കാത്തിരിക്കുന്നത് ജീവപര്യന്തമാണോ എന്നുള്ളതാണ് ചോദ്യം. പോലീസുകാരാണുള്ളത്. നമുക്ക് പോലീസ് ആളെ ഇല്ലേ? പ്രതികളുണ്ട്. ഇതാണ് പ്രതികൾ. മൊഹമൊക്കെ വാടി തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും തിരിച്ചു വരുന്ന സമയത്ത് എന്താണെന്നറിയില്ല. അങ്ങനെ ജെയ്സൺ അവരെ കൊണ്ടുപോയില്ലേ, പുറത്തേക്ക് ഇറക്കുകയാണ്. ഇപ്പോൾ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ പൾസറിനെ നമ്മൾ പലതവണ പൾസർ എന്ന് വിളിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ഇതിലെ പ്രതികളെല്ലാം തന്നെ മുഖം വളരെ വാടിയ നിലയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇപ്പോൾ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പാണ് പോലീസിന്റെ വാൻ അങ്ങോട്ട് പോയത്. അല്പം മുമ്പ് തന്നെ ഡോക്ടർമാരുടെ പരിശോധനയും പൂർത്തിയാക്കിയിരുന്നു. 6 പേരെയും പ്രാഥമികമായ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പോലീസ് വാഹനം വിയ്യൂർ പ്രദേശം കടന്നിരിക്കുന്നു. ജയിലിന് സമീപത്തുനിന്ന് മാറി വിയ്യൂർ സബ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് കടന്ന് അല്പസമയത്തിനകത്ത് തൃശ്ശൂർ നഗരത്തിലേക്ക് കടക്കും. പിന്നീട് ദേശീയപാതയിലേക്ക് കടക്കുക. കഴിഞ്ഞ 8-ാം തീയതി, ഈ മാസം 8-ാം തീയതിയാണ് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് 6 പേരെയും തൃശ്ശൂരിലെ വിയ്യൂരിലെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഇവർ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു. ആ നിരീക്ഷണം ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും അത് തുടരാൻ തന്നെയാണ് ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ തീരുമാനം. തിരിച്ച് വീണ്ടും ശിക്ഷാവിധി കഴിഞ്ഞാലും ഇങ്ങോട്ട് തന്നെയാണ്, വിയ്യൂരേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത് അല്ലേ? ജീവപര്യന്തമാണോ അതോ 20 വർഷത്തെ കഠിന തടവാണോ? അതാണ് ഇനി അറിയേണ്ടത്. അത് നമുക്കൊരു ഉച്ചയോട് കൂടി അറിയാൻ സാധിക്കും. വിയ്യൂരേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും അല്ലേ? അതെ അരുൺകുമാർ, വിയ്യൂരിലെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇത്തരത്തിലുള്ള കേസുകളിലേക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും പ്രതികളെ പാർപ്പിക്കുന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള പ്രാഥമികമായ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനുകളെല്ലാം പറഞ്ഞതുപോലെ വളരെ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. വലിയ വിവാദങ്ങൾ അവസാനിക്കാത്ത ഒരു കേസ് എന്ന് വേണം ഇതിന് പറയാൻ. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജയിൽ വകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. ഇവരെ 6 പേരെയും കൃത്യമായ നിരീക്ഷണത്തിലൂടെ ആരൊക്കെ ബന്ധപ്പെടുന്നു, പൂർണ്ണമായും ജയിൽ ജീവനക്കാരുടെ നിയന്ത്രണത്തിൽ ഇവർ ഉണ്ടായിരിക്കണമെന്ന കർശന നിർദ്ദേശം ജയിൽ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിനും പ്രാപ്തമായ രീതിയിലുള്ള സെല്ലുകളും ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള വിവാദങ്ങൾ, ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് ഇടവരുത്തരുതെന്ന് ജയിൽ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ കൃത്യമായ നിർദ്ദേശവും നൽകിയിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പൾസർ സുനി വലതുഭാഗത്താണ് ആ വാഹനത്തിന്റെ ഇരിക്കുന്നത്. പ്രതികളെല്ലാം തന്നെ വലതുഭാഗത്താണ് ഇരിക്കുന്നത്. ഇടതുഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥരും. അരുൺകുമാർ, ഒരുപക്ഷെ ഇനിയിപ്പോ അടുത്ത കാലത്തൊന്നും പുറം ലോകം കാണാൻ സാധ്യതയില്ല. ഇന്നിപ്പോൾ ശിക്ഷാവിധി കഴിഞ്ഞാൽ നേരെ ജയിലിലേക്ക് കൊണ്ടുവരും. തീർച്ചയായിട്ടും അവർ അപ്പീൽ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ഇനി അപ്പീൽ പോയാലൊന്നും കാര്യമില്ല. കാരണം പ്രോസിക്യൂഷൻ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും ഈ 6 പ്രതികളും ചെയ്തിട്ടുണ്ട്. കൂട്ടബലാത്സംഗം, സ്ത്രീയെ അന്യായമായി തടങ്കൽ വയ്ക്കൽ, സ്ത്രീയുടെ മാനത്തെ സ്ത്രീത്വത്തെ വ്രണപ്പെടുത്തി, ഇതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ എല്ലാ കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട് ഈ 6 പേരുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഒരു ഇളവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പരമാവധി ഒരുപക്ഷെ ജീവപര്യം തന്നെ കിട്ടാനാണ് സാധ്യത. ഇനിയുള്ള ആയുസ് മുഴുവൻ വിയ്യൂരിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വരും ഈ 6 പ്രതികളും അല്ലേ? അരുൺകുമാർ, നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ലഭിച്ചു. പൾസർ സുനിയും മറ്റു മാർട്ടിൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി ലഭിച്ചിരുന്നു. ഇപ്പോൾ പോലീസ് വാഹനം അതിവേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്താണ് പോലീസ് ബസിന്റെ പ്രതികൾ ഇരിക്കുന്നത്. നമ്മൾ പലതവണ പൾസർ എന്ന് വിളിച്ച് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന് നിരവധി തവണ ചോദിച്ചെങ്കിലും യാതൊന്നും പ്രതികരിക്കാൻ പൾസർ തയ്യാറായില്ല. പൾസറും കൂടെയുള്ള പ്രതികളും തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും ശിക്ഷ കേൾക്കാൻ വേണ്ടി പോകുന്ന പ്രതികളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തൃശ്ശൂർ നഗരത്തിലേക്ക് ഇവരെയും വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.